ഹായ് നമസ്കാരം, ഞാൻ ലിജി. വ്ലോഗ്സ് ബൈ ലിജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഷാജിദ ഷാജിയാണ്. ഷാജിദ ഷാജിയെക്കുറിച്ച് ഞാൻ ഇതുവരെയും ഒരു വീഡിയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തോന്നാനുണ്ടായ കാരണം വളരെ വിചിത്രമായ ഒരു വീഡിയോ കണ്ടു. അപ്പോൾ ഷെരീഫ് എന്ന് പറയുന്ന ഒരു യൂട്യൂബർ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനാണ്. അദ്ദേഹത്തിൻ്റെ മിക്കവാറുമൊക്കെ ഷാജിദയുമായിട്ടുള്ള കോൺട്രവേഴ്സി വരുന്നത് ഷെരീഫും ഷാജിദയൊക്കെ ആയിട്ട് തന്നെയാണ് ഉണ്ടാകാറുള്ളത്. കാരണം ഷാജിദ ചെയ്യുന്ന ഓരോ തെറ്റുകളും ചൂണ്ടിക്കാണിക്കുന്ന യൂട്യൂബേഴ്സിൽ ഒരാളാണ് ഷെരീഫ്. അങ്ങനെ ഷെരീഫും ഷാജിദയുമായി പലപ്പോഴും വാഗ്വാദങ്ങൾ. ഷെരീഫ് ഇപ്പോൾ നാട്ടിൽ വന്നിട്ടുണ്ട്. ആ സമയത്ത് ഷെരീഫും ഈ ഷാജിദയും ഒരേ നാട്ടുകാരാണ്. അപ്പോൾ ഷെരീഫ് തൻ്റെ സുഹൃത്തിൻ്റെ ഷോപ്പിൽ നിൽക്കുമ്പോൾ ഷാജിദ അതുവഴി കടന്നു പോകുന്നത് കാണുകയും അദ്ദേഹം അത് മൈൻഡ് ചെയ്യാതെ തന്നെ നിൽക്കുകയും ചെയ്തു. ഒരു ഇഷ്യൂ അവിടെ ഉണ്ടാകണ്ട എന്ന് കരുതി മൈൻഡ് ചെയ്യാതെ നിന്നു. അത് അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട്. ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. നിന്റെ കെട്ടിയാൽ ചെയ്യണതോ മൊബൈൽ എടുത്ത് നോക്കടി, മൊബൈൽ എടുത്ത് നോക്കടി. ഇങ്ങനെ നിങ്ങളത് തീട്ടം നിങ്ങളുടെ നല്ലതേ, ഇങ്ങനെ കെട്ടിയോ കൊടുത്ത് നിങ്ങളെ തീട്ടം നിങ്ങളുടെ നല്ലതേ. ഒരാളാണെന്നുണ്ടെങ്കിൽ എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല. കാരണം എന്ത് ചെയ്യുന്നു, ഞാൻ CCTV എങ്കിലും എടുത്തുകൊണ്ട് കാണിച്ചാൽ ചെയ്യുന്നു. എന്റെ കൂട്ടുകാരന്റെ കടയാണ് നറുക്കോട്ടില്. അവിടെ ഞാൻ വേണമെങ്കിൽ നിന്നിരുന്ന സ്പോട്ടും കാണിച്ചാൽ അവൾ അതിനെ പാസ് ചെയ്തത് ഞാൻ അവള് പോണത് കണ്ടു. അപ്പൊ എന്റെ കൂട്ടുകാരന്മാർ ഇങ്ങനെ പറഞ്ഞു അതാ പോണെന്ന് അറിയുന്നുണ്ട്. ഞാൻ പറഞ്ഞു പൊന്നാർ ചങ്ങനെ പെയ്ക്കോട്ടെ അത്. കാരണം എന്താ അറിയോ, എനിക്ക് ഞാൻ ഈ വീഡിയോ ഓള് വിളിച്ച് യൂട്യൂബിലിട്ട വീഡിയോ അല്ലേ, അതിന് മറുപടി കൊടുത്തേ പറ്റൂ. അതിന് മറുപടി ശേഷം ഷാജിദ ഇത് കണ്ടിട്ട് ഷെരീഫിന്റെ വീട്ടിലേക്ക് പോവുകയും വീട്ടിലേക്ക് ഡയറക്റ്റ് ചെന്ന് കയറി വെല്ലുവിളിക്കാനുണ്ടായത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാമിലി അവിടെ ഉണ്ടായത് വൈഫിനെ കേൾക്കെ വളരെ മോശമായ രീതിയിൽ സംസാരിക്കുന്നതാണ്. ഷാജിദയുടെ എപ്പോഴും പറയുന്ന ഒരു എല്ലാവരെയും തെറി പറയുന്ന കൂട്ടത്തിൽ ഒരു സാധനം തിന്നുന്ന കാര്യം ഷാജിദ പറയാറുണ്ട്. ആ സാധനം തന്നെ നീ തിന്നണം, നിന്റെ ഭർത്താവിനെ കൊണ്ട് എന്നെ വിറ്റ് കാശുണ്ടാക്കാതെ ആ സാധനം തിന്ന് ജീവിക്കുന്നതായിരിക്കും നല്ലതെന്നൊക്കെ വൈഫിനോട് പറയുന്നുണ്ട്. അപ്പോൾ ഷാജിദ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, അഥവാ അങ്ങനെ പറയേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഷെരീഫാണ് വീഡിയോ ചെയ്തത്, ഷെരീഫിനെയാണ് പറയേണ്ടത്. ഷെരീഫ് പറയുന്നത് വീഡിയോയിൽ കൂടെയാണ്, ഷാജിദയും തിരിച്ച് വീഡിയോയിൽ കൂടെ പറയുന്നുണ്ട്. വീട്ടിൽ വന്ന് കയറി വൈഫ് ഒന്നും അറിയാതിരിക്കുന്ന ഒരു വൈഫിനോട് ഇങ്ങനെ പറയേണ്ട ഒരു ആവശ്യവുമില്ല. അതുമാത്രമല്ല വളരെ പച്ചയ്ക്ക് തന്നെ പറയുന്നുണ്ട്, അവരെ വീഡിയോ നീ എൻ്റെ വീഡിയോ ഇട്ട് റീച്ച് ആക്കാതെ നിന്റെ വൈഫിൻ്റെ വീഡിയോ ഇട്ട്, അത് വളരെ മോശമായ രീതിയിലാണ് പറയുന്നത്. ആ വീഡിയോ ഇട്ട് കൂടുതൽ റീച്ച് ഉണ്ടാക്കുക അല്ലെങ്കിൽ പണം ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നതാണ്. അപ്പോൾ ആ വീഡിയോ നിന്റെ കെട്ടിയോളുടെ തുണിയില്ലാത്ത വീഡിയോ നീ നല്ല റീച്ച് കിട്ടും. നിനക്ക് നല്ല റീച്ച് കിട്ടും. നിന്റെ കെട്ടിയോൾ തുണിയില്ലാണ്ടേ വിട്. ഞാൻ കിടന്നുറങ്ങിയായിരുന്നു. അപ്പോൾ അവള് വരുന്നത് ഈ കുന്ത്രാണ്ടം പിടിച്ചിട്ട്. അപ്പൊ അതിന്റെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. എനിക്കൊരു കാര്യത്തിലുള്ള സങ്കടം എന്തിനറിയോ, ഇവളോട് ഞാൻ പറഞ്ഞിരുന്നു ചിലപ്പോ ഷാജിദ ഷാജി വരുന്നു. ആ വേറെ ലെവലിൽ കിട്ടുന്നിടത്ത് വെക്കാൻ ഞാൻ ഇവള് വന്നപ്പോ ഇത് തരാം. കാരണം അവളെ ക്യാമറയിൽ നോക്കാം, ആകെ വല്ല പീഡന കേസിലെ പ്രതിയാണോ. എന്താ പറയാ, ഓൾക്ക് പ്രശ്നമില്ല, പക്ഷെ നമ്മൾ നിൽക്കുമ്പോ കുറച്ച് നിൽക്കണ്ടേ. അങ്ങനെ ഒരു പരിധി കഴിഞ്ഞപ്പോഴേക്കും ഷെരീഫ് കുറേയൊക്കെ മാന്യമായ രീതിയിൽ സഭ്യമായ രീതിയിൽ ഷെരീഫ് സംസാരിച്ചുകൊണ്ടിരുന്നു. ഈ ഷാജിദയുടെ വയലൻസ് കൂടിയപ്പോഴേക്കും ഷെരീഫ് തിരിച്ച് വയലന്റ് ആവുകയും അങ്ങനെ ഷെരീഫ് വരുന്ന സമയത്ത് ഷാജിദ അവിടുന്ന് ഇറങ്ങി ഓടുകയായിരുന്നു, ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു. അപ്പോൾ ഷാജിദയുടെ മകനെയും കൂട്ടിക്കൊണ്ടാണ് ഈ ഷാജിദ ഈ ഷെരീഫിൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. പക്ഷേ അവസാനം ഷെരീഫിൻ്റെ വീട്ടുകാരും നാട്ടുകാരും എല്ലാം ചേർന്ന് ഷാജിദയെ ഒടുക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് വീണ്ടും ഷാജിദ പറയുന്നത് ഞാൻ അവൻ്റെ നാട്ടുകാർ അവൾക്ക് സപ്പോർട്ടായിരുന്നു, ഞാൻ വീട്ടിൽ ചെന്ന് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വളരെ വിശാലമായ വീണ്ടും അടുത്ത ഒരു വീഡിയോ ലൈവിൽ വന്ന് പറയുകയൊക്കെ ചെയ്തു. അപ്പോൾ ലൈവിൽ എപ്പോൾ ഒരു ലൈവ് വന്നാലും ആരെങ്കിലും ഒരാളെ എടുത്തു വെച്ച് തെറി വിളിക്കുക, അല്ലാതെ ചീത്ത വിളിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ വീട്ടുകാരെ ചീത്ത വിളിക്കുക, ഇതുപോലെ വീഡിയോ റിയാക്ട് ചെയ്യുന്നവരെ ചീത്ത വിളിക്കുക, ഇതാണ് അവരുടെ
പരിപാടി എന്ന് പറയുന്നത്. ശരി, അവർക്ക് അവരുടെ വീട്ടുകാര്യങ്ങൾ സംസാരിക്കുക. അത് പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ വന്നിരുന്ന് വീട്ടുകാരെയും ചീത്ത വിളിക്കുമ്പോഴാണ് അത് നാട്ടുകാരായ യൂട്യൂബേഴ്സും മറ്റു യൂട്യൂബേഴ്സും എടുത്തിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം ഈ ഷെറീഫിൻ്റെ വീട്ടിലുണ്ടായ സംഭവത്തിന് ശേഷം വീണ്ടും പറയുന്നുണ്ട്, ഞാൻ അവനെ ഇങ്ങനെ പറഞ്ഞു, അവരുടെ വൈഫിനെ ഇങ്ങനെ പറഞ്ഞു, അവൾ നല്ലൊരു ചരക്കാണ് എന്നൊക്കെ പറയുന്നു, അവളെ വിറ്റ് കാശുണ്ടാക്കട്ടെ എന്നൊക്കെയുള്ള രീതിയിലാണ് ഇങ്ങനെ പറയുന്നുണ്ട്. അതിൻ്റെ വീഡിയോയും വന്നിട്ടുണ്ട്. ആ ഓട്ടത്തിനിടയിൽ ഷാജിദ മറന്നുപോയ ഒരു കാര്യമുണ്ട്. ഷാജിദയുടെ പിന്നാലെ ഷാജിദ കൊണ്ടുപോയ മകൻ ഓടിപ്പോകുന്നത് അത് എത്രമാത്രം മാനസിക സമ്മർദ്ദം അനുഭവിച്ചുകൊണ്ടായിരിക്കും അത് ഓടുന്നതെന്ന് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഈ കുട്ടികളെ ഇത്രയും മാനസിക സമ്മർദ്ദത്തിലേക്ക് വിട്ടുകൊണ്ട് ഇവർ ഈ തെറി പറയുന്നവർ ഒരാൾ യൂട്യൂബിലൂടെ തെറി പറയുകയാണെങ്കിൽ തിരിച്ച് അതേപോലെ വന്ന് നിനക്ക് തെറി പറയാം. അതില്ലെങ്കിൽ മാന്യമായ സഭ്യമായ ഭാഷയിൽ സംസാരിക്കുക. ഇതൊന്നുമില്ലാതെ ഒരാളുടെ വീട്ടിലേക്ക് കയറി ആക്രമിക്കാൻ ചെല്ലുന്നത് നിയമത്തെ കയ്യിലെടുക്കുന്നതിന് തുല്യമാണ്. അതിന് നിയമപരമായി തന്നെ നേരിടുന്നതാണ് നല്ലത്. അപ്പോൾ ഈ കുഞ്ഞ് ഷാജിദയുടെ പിറകെ ഓടുന്ന ഒരു രംഗം നമുക്ക് ആ വീഡിയോയിൽ കാണാൻ പറ്റും. അത് ആ കുഞ്ഞിൻ്റെ മാനസിക സമ്മർദ്ദം ആലോചിച്ച് നോക്കണം. ഒരു അറിയാത്തൊരു സ്ഥലത്ത് ചെന്നിട്ട് അമ്മയെ അടിക്കാൻ നാട്ടുകാർ ഓടിക്കുക, അല്ലെങ്കിൽ ആ വീട്ടിലുള്ളവർ ഓടിക്കുക, അതിൻ്റെ പിറകെ ഈ കുഞ്ഞ് ഓടുക. ആ കുഞ്ഞിൻ്റെ മാനസിക അവസ്ഥ, ഇങ്ങനെ വളരുന്ന കുട്ടികൾ ഭാവിയിൽ എന്തായി തീരുമെന്ന് കൂടെ ഷാജിദ ആലോചിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇതാണ്. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തന്നെ സപ്പോർട്ട്